അശ്വതീസ് വേൾഡ് ഓഫ് ക്രോഷ്യയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെയാണ് ഡബിൾ ക്രോഷ്യ 2 റോ ഡബിൾ ക്രോഷ്യ ഒരുമിച്ച് ചെയ്യാമെന്നാണ് നോക്കുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പീച്ച് കളർ യാണും 3.5 mm ക്രോഷ്യ ഹുക്കുമാണ് എടുത്തിരിക്കുന്നത്. ആദ്യം നമ്മൾ ഒരു സ്ലിപ്പ് നോട്ട് ഇടുക, എന്നിട്ട് അതിനുള്ളിൽ കൂടെ നമ്മൾ ആ ഹുക്ക് ഇട്ടിട്ട് ടൈറ്റൻ ചെയ്തിട്ട് പിടിക്കുക. എന്നിട്ട് ഫസ്റ്റായിട്ട് നമ്മൾ ബേസായിട്ട് നമ്മളെ ബേസ്മെൻ്റ് പോലെ ഫൗണ്ടേഷൻ ആയിട്ടുള്ളത് ചെയിൻസാണ്. അപ്പോൾ ചെയിൻസ് ഇടുക. ഞാനിവിടെ ഒരു 15 ചെയിൻസാണ് ഇട്ടത്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 അങ്ങനെ നമ്മളിവിടെ ഒരു 15 ചെയിൻസ് ഇട്ടെടുത്തു. ഇനി ഒരു പ്രാവശ്യം നമ്മൾ യാണ് റൊട്ടേറ്റ് ചെയ്ത് തേർഡ് ചെയിനിലൂടെ ഒരു പ്രാവശ്യം യാണെടുക്കുക. വീണ്ടും 2 എണ്ണം സ്കിപ്പ് ചെയ്തിട്ട് തേർഡിലൂടെ വീണ്ടും ഹുക്കിൽ യാണെടുത്തിട്ട് ഫസ്റ്റത്തെ 2 എണ്ണത്തിലൂടെ ആദ്യം നമ്മൾ ചെയ്യുക, പിന്നത്തെ 2 വീണ്ടും യാണെടുത്ത് ആ സെൻറ്ററിൽ വരുന്ന പാർട്ടിൽ ആ പോർഷനിൽ കൂടെ ഹുക്ക് ഇട്ടിട്ട് യാണ് എടുക്കുക. വീണ്ടും താഴത്തെ ഫസ്റ്റ് ആ ചെയിനിൽ നെക്സ്റ്റുള്ള ചെയിൻ ഉണ്ട്, അതിലൂടെ എടുത്ത് ആദ്യത്തെ 2 എണ്ണത്തിലൂടെ എടുക്കുക. ഫസ്റ്റ് 2 എണ്ണം, പിന്നത്തെ 2 അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് 2 റോ ഒറ്റയടിക്ക് ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ എത്ര ബുദ്ധിമുട്ടിയിട്ടല്ലേ ഓരോ റോസ് ഓരോന്നൊന്ന് ചെയ്തു പിന്നെ അടുത്തത് ചെയ്ത് എത്രയാ സമയം കളയുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 2 റോസൊക്കെ ഒരുമിച്ച് വേഗം ചെയ്തിട്ട് നമ്മളെ പാറ്റേൺ വേഗം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ തേർഡ് വൺ ചെയ്തു, കണ്ടോ നമ്മൾ യാൻസ് എത്ര സിമ്പിളായി. അങ്ങനെ ആ ഒരു റോ ഞാൻ ഫുൾ കംപ്ലീറ്റ് ചെയ്തെടുത്തു. ലാസ്റ്റ് ചെയിനിലും കൂടെ ചെയ്യാണ്. എന്നിട്ട് നമ്മളത് ടേൺ ചെയ്ത് 6 ചെയിൻസ് ഇട്ടിട്ടാണ് അടുത്ത റോ സ്റ്റാർട്ട് ചെയ്യുക. അതും നമുക്ക് 2 റോസ് ഒരുമിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് നമ്മളാ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ആദ്യമായിട്ട് കാണുന്നവർ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. വോയിസ് ഓവർ ഇതുവരെ ചെയ്തിട്ടില്ല, അപ്പോൾ ഫസ്റ്റ് ടൈമാണ്. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ടെങ്കിൽ നിങ്ങൾ പറയുക. അപ്പം എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, കമൻറ്റ് ചെയ്താൽ മതി, നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പം അടുത്ത റോ നമ്മൾ ചെയ്യാൻ പോവാണ്. അപ്പോൾ 4 ചെയിൻ ഇട്ടു. തേർഡ് ചെയിനിൽ കൂടെ നമ്മൾ യാണെടുക്കുക. പിന്നെ സെക്കൻഡ് വരുന്ന ചെയിൻ സ്പേസ് കൂടെ എടുത്തിട്ട് നേരത്തെ ചെയ്ത പോലെ ആദ്യം 2 എണ്ണത്തിൽ കൂടെ പിന്നെ 2 പിന്നെ 2 വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. ഇതന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം നമ്മൾ 4 റോസ് ഒരുമിച്ച് കഴിഞ്ഞു. അങ്ങനെ നമ്മൾ ആ 4 റോസും ഒരുമിച്ച് കഴിഞ്ഞു. കണ്ടോ, എത്ര സിമ്പിളായിട്ടാണല്ലേ നമുക്കത് ചെയ്തെടുക്കാൻ സാധിക്കുന്നത്. ഇങ്ങനെയാണ് നമ്മൾ ക്രോഷ്യയിൽ ഓരോ പാറ്റേൺസും നമുക്ക് അത് പഠിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. അപ്പം നമ്മൾ ഓരോ പാറ്റേൺസ് ട്രൈ ചെയ്ത് നോക്കുക. മാക്സിമം നമുക്ക് എത്ര പാറ്റേൺസ് പഠിച്ചാലും ബേസായിട്ടുള്ള ചെയിൻസും ഡബിൾ ക്രോഷ്യ സിംഗിൾ ക്രോഷ്യ ഇത് അറിയെങ്കിൽ ഏതൊരാൾക്കും ഏത് പാറ്റേണും സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു ഡേയിൽ വരുന്നതായിരിക്കും. സോ താങ്ക് യു.